കോട്ട തെപ്ചിയിലെ ബ്രഷ് പെയിൻറ് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മളിന്ന് കാണുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ ഇതിന് കുറച്ച് വേറെ ഡിഫറെൻറ്റ് പ്രിൻറ്റ് കണ്ടിരുന്നു. ഇപ്പം നമുക്ക് വന്നേക്കുന്ന പ്രിൻറ്റ് ചെറിയ ഫ്ലവർ പ്രിൻറ്റും ലീഫ് പ്രിൻ്റ് ഒക്കെ വന്നിട്ട് അതിൽ ബ്രഷ് പെയിൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് പീച്ചും ഗ്രീനും വരും, അതുപോലെ തന്നെ ലാവൻഡർ വരുന്നുണ്ട്, ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് വന്നേക്കുന്നത് ഗ്രീൻ ടോണാണ്. അങ്ങനെ 4 ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് കളർ നമുക്ക് സെയിം ആയിരിക്കും. ഫസ്റ്റ് ഡിസൈൻ വരുമ്പോഴത്തേക്ക് കോട്ട തേപ്ചി ഫാബ്രിക് ആട്ടോ, ഫുള്ളായിട്ടും നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. യോക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്ലോറൽ ഡിസൈനാണ്, അതായത് തേപ്ചി എംബ്രോയ്ഡറിയുടെ മുകളിലൂടെയാണ് നമുക്ക് ഈ ഒരു ബ്രഷ് പെയിൻറ്റ് ഫ്ലോറൽസ് ചെയ്തേക്കുന്നത്. താഴേക്ക് കുഞ്ഞു കുഞ്ഞു ഡിസൈൻ വരുന്നുണ്ട് ബ്രഷ് പെയിൻറ്റ് തന്നെ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും ചെക്ക് പാറ്റേണിൽ. ദുപ്പട്ട നമുക്ക് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത്. അതിലും ഇങ്ങനെ ബ്രഷ് പെയിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. ദാമൻ ഏരിയയിലേക്കൊക്കെ നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. അടുത്ത നമുക്ക് വൈറ്റിൻ്റെ കൂടെ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ലാവൻഡർ ആണ്. ദുപ്പട്ടയിലേക്ക് ലൈറ്റ് കളറിലേക്ക് വരും, ടോപ്പിലേക്ക് നമുക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റും ലാവൻഡറും കൂടെ മിക്സ് ചെയ്തിട്ട് താഴേക്കും സെയിം പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. വൈറ്റും ബ്രൗണും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സൽവാർ സെറ്റ് നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ കണ്ട കോമ്പിനേഷനും ചെറിയൊരു ഡിഫറൻസ് ഇതിന് വരുന്നുള്ളൂ. ഇതിൽ ഗ്രീൻ കളറാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സൈഡിൽ ബ്രൗൺ വരുന്നുണ്ട്, ബോട്ടം നമുക്ക് ലൈറ്റ് ഗ്രീനും, ദുപ്പട്ടയും സെയിം ലൈറ്റ് ഗ്രീൻ തന്നെ ബ്രഷ് പെയിൻറ്റ് ചെയ്താണ് വന്നേക്കുന്നത്.